ഇന്ത്യ വിരുദ്ധനായ മതമൗലികവാദി നേതാവ് ഉസ്മാൻ ഹാദിയുടെ വധത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന മുഖ്യപ്രതി ഫൈസൽ കരീം മസൂദ്. കൊലപാതകത്തിന് ശേഷം മസൂദ് ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു എന്നായിരുന്നു ബംഗ്ലാദേശിന്റെ വാദം. എന്നാൽ ബംഗ്ലാദേശിന്റെ വാദം ഇതോടെ പൊളിയുകയാണ്. ഇദ്ദേഹം ഇന്ത്യയിലേക്കല്ല, ദുബായിലേക്കാണ് എത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമിയും പാകിസ്ഥാൻ ISIയും ചേർന്ന് രൂപപ്പെടുത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഉസ്മാൻ ഖാദി കൊല്ലപ്പെടുന്നത് എന്ന് മസൂദ് പറയുന്നു. ഇത് വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം പറയുന്നത്. അതിനുള്ള തെളിവുകളും ഇദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിന് വ്യക്തമായ പിന്തുണയും മുഹമ്മദ് യൂനസിനും തുർക്കിയിൽ നിന്നും ഉണ്ടായി എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിനൊപ്പം തന്നെ പാകിസ്ഥാന്റെയും അതോടൊപ്പം തന്നെ തുർക്കിയുടെയും പേരുകൾ ഇദ്ദേഹം പരാമർശിച്ചു പോകുന്നുണ്ട്. ഇവർക്കും ഇതിൽ പങ്കുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യയിലേക്കല്ല അഭയം നേടിയത് എന്നും അത് വാസ്തവവിരുദ്ധമാണെന്നും താൻ ഈ കൊലപാതകത്തിന് ശേഷം തനിക്ക് ആക്രമണം ഉണ്ടാകുമോ എന്ന് ഭയന്നത് ശേഷം ദുബായിലേക്കാണ് ഇദ്ദേഹം എത്തിപ്പെട്ടതെന്നും പറയുന്നു. തനിക്കൊരു IT സ്ഥാപനമുണ്ടെന്നും സർക്കാരിൽ നിന്നും വലിയ രീതിയിലുള്ള ഭീഷണികൾ നേരിടാനുള്ളൊരു സാധ്യതയുണ്ടായതുകൊണ്ടാണ് ഫൈസൽ കരീം ദുബായിലേക്ക് രക്ഷപ്പെട്ടത്. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശിലെ ഭീകരവാദി സംഘങ്ങളുമായും പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ്, താലിബാൻ, ലഷ്കർ-ഇ തോയ്ബ തുടങ്ങിയ ഭീകരവാദി സംഘങ്ങളുമായും ഉസ്മാൻ ഖാദിയുടെ വധത്തിന് ബന്ധമുണ്ടെന്നും ഇയാൾ വ്യക്തമാക്കുന്നുണ്ട്. തനിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നുണ്ട്. അതായത് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചാൽ അല്ലെങ്കിൽ അവിടെ നിന്നാൽ തൻ്റെ ജീവൻ അപകടത്തിലാകും എന്നുറച്ചുള്ളത് കൊണ്ടാണ് അദ്ദേഹം ദുബായിലേക്ക് നാടുകടന്നത് എന്നും അദ്ദേഹം പറയുന്നത്. ഏത് രൂപത്തിലെങ്കിലും തെളിയിക്കപ്പെടുകയാണെങ്കിൽ അത് വലിയ ഒരു സഹായമായിരിക്കും. ലോകരാജ്യങ്ങൾ ഇതിലേക്ക് ഇടപെടണമെന്നും ബംഗ്ലാദേശ് ഒരിക്കലും ഇത്തരമൊരു അന്വേഷണം ജമാഅത്തെ ഇസ്ലാമിയിലേക്കും ഈ രാജ്യങ്ങളിലേക്കും നീളുവാൻ അനുവദിക്കില്ല എന്നും ഇദ്ദേഹം പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പം പാകിസ്ഥാൻ ISIയും തുർക്കിക്കും ഇതിൽ വലിയ പങ്കാണ് ഉള്ളതെന്നും ഇന്ത്യക്കെതിരായുള്ള പോരാട്ടം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഇത്തരം പദ്ധതികളിലേക്ക് എത്തിച്ചേർന്നതെന്നുമാണ് മുഖ്യപ്രതിയായ ഫൈസൽ കരീം മസൂദ് പറയുന്നത്. ഫൈസൽ കരീം മസൂദ് ഇപ്പോൾ ദുബായിലാണെന്ന് വ്യക്തമാക്കിയതോടുകൂടി വലിയ വെട്ടിലാക്കിയിരിക്കുകയാണ് മുഹമ്മദ് യൂനസും ഇപ്പോഴത്തെ ഇടക്കാല ഭരണവും. ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് വരും നാളുകളിൽ ബംഗ്ലാദേശ് നീങ്ങുന്നത്. ഇതിനിടയിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ തൊടുത്തുവിടുന്നത് ഭീകരവാദി സംഘങ്ങൾ. ക്രിസ്ത്യൻ, ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം തന്നെ വലിയ ആക്രമണങ്ങൾക്കാണ് വിധേയമാക്കി കൊണ്ടിരിക്കുന്നത്. ഏകദേശം 3000 മുതൽ 4000-ഓളം ആക്രമണങ്ങളാണ് പതിവായിട്ട് തന്നെ ഈ അടുത്ത സമയങ്ങളിലായിട്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉൾപ്പെടെയുള്ള അവിടെ ന്യൂനപക്ഷങ്ങളും അവരുടെ ആരാധനാലയങ്ങളും നേരിടുന്നുള്ളത് എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ കുറച്ചധികം കാലങ്ങളായിട്ട് ഏകദേശം 1-2 വർഷങ്ങളായിട്ട് തന്നെ അവിടെ നേരിട്ട ആക്രമണത്തിന് പലപ്പോഴും കൈയും കണക്കുമില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് പാകിസ്ഥാൻ പോലെ തന്നെ ഒരു ഭീകരവാദി രാജ്യമാണ് ബംഗ്ലാദേശും എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചന. അതായത് 14 കോടിയോളമായിരുന്നു ബംഗ്ലാദേശ് വിമോചന കാലഘട്ടത്തിൽ ഹിന്ദുവിൻ്റെ അവിടുത്തെ ജനസംഖ്യ. ഇന്നിപ്പോൾ 2 കോടി മാത്രമാണ്. അപ്പോൾ ഈ രീതിയിൽ അവിടുത്തെ ന്യൂനപക്ഷം താഴോട്ട് പോകുന്നതിന് വലിയ കാരണമാണ് ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള ഒരു കാരണമാണ് ബംഗ്ലാദേശിലെ ഭൂരിപക്ഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ന്യൂനപക്ഷത്തിൻ്റെ സംഖ്യ ക്രമാതീതമായി താഴോട്ട് പോയത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വസ്തുത എന്നത് മുഹമ്മദ് യൂനസ് ഇനിയും ഏറെ ആക്രമണങ്ങൾ നേരിടേണ്ടി വരും. ഈ വിമർശനങ്ങളുടെയും അല്ലെങ്കിൽ പ്രകടനങ്ങളുടെയും വിമതരുടെയും ഇനി ഉള്ള സമരങ്ങൾ മുഹമ്മദ് യൂനസിന് നേരെ ആയിരിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഉസ്മാൻ ഖാദിയെ പറഞ്ഞിളക്കി വിട്ടു എങ്കിലും, ഇന്ത്യക്കെതിരെ പറഞ്ഞിളക്കി വിട്ടുവെങ്കിലും നിഷ്കളങ്കരായ കുറേ അധികം വിഘടനവാദികളുണ്ട്, സമര നേതാക്കളുണ്ട് ഇവരുടെ കൂട്ടത്തിൽ. ഉസ്മാൻ ഖാദിയുടെ വധത്തിനെതിരെ പ്രതികരിക്കുന്നവരിൽ എന്തായാലും തീർച്ചയായിട്ടും അവർ മിണ്ടാതിരിക്കുമെന്ന് തോന്നില്ല. അവർ ഉസ്മാൻ ഖാദിയുടെ വധത്തിനെതിരെ പ്രതികരിക്കും എന്ന് ഉറപ്പാണ്. ബംഗ്ലാദേശ് വീണ്ടും കത്തുന്നു എന്നുള്ള കാര്യമാണ് ഈ നിമിഷങ്ങളിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.